കരങ്ങളിൽ ഒരു ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 40-ാമത്തെ അധ്യായം തുടർന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ആഴ്ച 1 മുതൽ 5-ാമത്തെ വാക്യം വരെ ദൈവസന്നിധിയിൽ ധ്യാനിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് 6 മുതൽ താഴോട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളാടുകളെ പതുക്കെ. പലരും അത് നിങ്ങളുടെ ബൈബിളിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുക. പക്ഷെ ആരാണ് ആ കുഞ്ഞാടുകൾ? കുഞ്ഞാടും തള്ളയാടും ആരായിരുന്നു? പ്രിപ്പയർ ദ വേ. തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ച് മാനസാന്തരത്തോട് ഒരുങ്ങിയ വ്യക്തികളായിരുന്നു. ഇതാ ഞാൻ പലപ്പോഴും പറയുന്നത്, ഇടയ്ക്കുള്ള വാക്യങ്ങൾ മാത്രം എടുത്ത് അതിനെ വായിച്ച് അതിനെ അണ്ടർലൈൻ ചെയ്ത് അതിൽ സന്തോഷിക്കരുത്. അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷകന്മാർ ചെയ്യുന്ന തെറ്റാ. ബൈബിൾ എന്ന് പറയുന്നത് മാനസാന്തരത്തിൻ്റെ മെസ്സേജാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഇറ്റ് ഈസ് ദ ന്യൂസ് ഓഫ് റിപ്പൻറ്റൻസ്. മാനസാന്തരപ്പെടാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അതിനോട് ബന്ധപ്പെട്ട് പല ഒത്തുവാക്യങ്ങളൊക്കെ എടുത്ത് മാത്രം ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. വാഗ്ദത്തങ്ങളും ഹൈലൈറ്റ് ചെയ്യാനും പറ്റിയില്ലെങ്കിലും മാനസാന്തരത്തോട് ജീവിക്കുന്നവനെ ദൈവം ഒരു നാളും കഴിവിടത്തില്ല. ഇഫ് യു പ്രിപ്പയർ ദ വേ ഫോർ അവർ ഗാഡ്, കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ നിൻ്റെ ജീവിതത്തെ ഒരുക്കിയാൽ, ഒരുങ്ങുന്നതിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവേശിക്കുന്നത് മാത്രമല്ല അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ആണ് തുടർന്ന് ധ്യാനിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ച ഭാഗം 1 മുതൽ 5-ാമത്തെ വാക്യം വരെ നാം ധ്യാനിച്ചു. അവിടെ യെരുശലേം ജനങ്ങളോട്, ദൈവസന്നിധിയിൽ വസിക്കുന്ന ദൈവസഭയിൽ ദൈവമക്കളായിട്ട് പാർക്കുന്ന വിശ്വാസികളോട് കർത്താവ് ആശ്വാസത്തോടും ആദരവോടും സംസാരിച്ച ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. വളരെ സാവധാനത്തോട്, സ്നേഹത്തോട്, വളരെ താഴ്മയോട് കർത്താവ് താൻ സ്നേഹിച്ച് തിരഞ്ഞെടുത്ത ദൈവജനത്തോട് ദൈവം സംസാരിച്ചു. കേട്ടോ, നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം. കർത്താവ് വരുന്നു. എവിടെ വരുന്നു? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങണം. അങ്ങനെ പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. തുടർന്ന് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ച് ജനങ്ങൾ തൻ്റെ പാപജീവിതത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉരിഞ്ഞുകളഞ്ഞ് മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് യോഹന്നാൻ സ്നാപകന് ശേഷം പിതാവയച്ച കർത്താവ് യേശു ക്രിസ്തുവിന് ജനങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിച്ചത്. അങ്ങനെ യേശു ക്രിസ്തു തന്നെ മാനസാന്തരത്തെക്കുറിച്ചാണ് ആദ്യം തൻ്റെ സന്ദേശം മാനസാന്തരത്തിൻ്റെ സന്ദേശമായിരുന്നു. അതിനെ തുടർന്ന് 12 ശിഷ്യന്മാരെ പരമേൽപ്പിച്ചു. പിന്നെ അത് 72-ൽ 72ആയി, പിന്നെ 120ആയി, പിന്നെ 500ആയി. ലോകം മുഴുവനും മാനസാന്തരത്തിൻ്റെ സന്ദേശം കൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ പിൻഗാമികൾ, കർത്താവിനെ പിൻഗമിച്ചവരെല്ലാവരും കൊണ്ടുവന്നു. ഇന്ന് മാനസാന്തരത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തില്ല. പുൽപിറ്റുകളിലെല്ലാം ഇന്ന് നിങ്ങൾക്ക് വെറും അനുഗ്രഹത്തിൻ്റെ ഹൈലൈറ്റഡ് ബൈബിൾ വേഴ്സസ് മാത്രമേ
പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ ആശ്വാസം ലഭിക്കും, പക്ഷെ ഒരിക്കലും വിടുതൽ ലഭിക്കത്തില്ല. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരത്തോടെ ജീവിച്ചാൽ മാത്രമേ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കത്തുള്ളൂ. നാം തന്നെ നമ്മുടെ വീട്ടിൽ അഴുക്ക് പിടിച്ച് വീട്ടിലോ മുറിയിലോ കിടക്കയിലോ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഇരിക്കത്തുമില്ല, കിടക്കത്തുമില്ല, നടക്കത്തുമില്ല. ഇഫ് ഇറ്റ് ഈസ് ഡേർട്ടി, അഴുക്ക് പിടിച്ചാൽ അതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തന്നെ പ്രവേശിക്കത്തുള്ളൂ, അല്ലേ? പൊതുവെ നമ്മുടെ നാട്ടിലെ കസ്റ്റം അനുസരിച്ച് ഭാര്യമാരാണ് ക്ലീൻ ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ ഭർത്താവ് കയറി വരുമ്പോൾ തന്നെ വട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കും. എൻ്റെ കാര്യമല്ല പറഞ്ഞു. പൊതുവെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല എല്ലാം വൃത്തിയായിട്ടിരിക്കുള്ളൂ ആഗ്രഹം. പക്ഷേ വിദേശ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ചാ, 50-50. ഒരു ദിവസം ഭർത്താവ് ക്ലീൻ ചെയ്താൽ പിറ്റേ ദിവസം ഭാര്യ ക്ലീൻ ചെയ്യാം. ഇരിക്കട്ടെ, എന്തായാലും വൃത്തിയായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദർ ഷുഡ് ബി എ പ്രിപ്പറേഷൻ. അവിടെ എന്ത് വേണം? ഒരു ഒരുക്കം വേണം. കേട്ടോ? 6-ാമത്തെ വാക്യം കേട്ടോ വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു, എന്ന് വിളിച്ചു പറയേണ്ടത് എന്ത് എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയാകുന്നു. യഹോവയുടെ ശ്വാസം അതിൻ്റെ മേൽ ഊതുകയാൽ പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ. പുല്ല് ഉണങ്ങുന്നു, പുല്ല് വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സ്വാർത്ഥ ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സ്വാർത്ഥ ദൂതിയായ യെരൂശലേമേ, നിൻ്റെ ശബ്ദം ശക്തിയോട് ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോടും നിങ്ങളുടെ ദൈവമെന്ന് പറയുക. ഇതാ നിങ്ങളുടെ ദൈവമെന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളാടുകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ശക്തികളെ കുറിച്ചാണ് അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാനം കർത്താവ് തൻ്റെ ജനത്തെ ബലപ്പെടുത്തി, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ഓടിയാലും ക്ഷീണിക്കത്തില്ല, നടന്നാലും തളർന്നു പോകത്തില്ല. അവരെ ബലപ്പെടുത്തി വഴി നടത്തുന്ന ഒരു മനോഹരമായ സന്ദേശമാണ് നമുക്ക് ഈ യേശയ്യാ പ്രവചന പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ യേശയ്യാ മുഖാന്തരം താൻ സ്നേഹിച്ച് തൻ്റെ ജനത്തോട് സംസാരിച്ച വളരെ വിലയേറപ്പെട്ട സന്ദേശമാണ്. ദൈവം നമുക്കെല്ലാവർക്കും വഴി ഒരുക്കുന്ന ദൈവമാണ്, നമ്മുടെ വഹിക്കുന്ന ദൈവമാണ്, നമ്മുടെ വഴി നടത്തുന്ന ദൈവമാണ്, നമ്മെ സൃഷ്ടാവാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ലവനാണ്, മതിയായവനാണ്, നമ്മെ പോറ്റി പുലർത്തുന്ന ദൈവമാണ്. ഓർത്തോളം ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിസ് വർക്ക്സ്. അവൻ്റെ പ്രവൃത്തികളെ ഒരിക്കലും പരിമിതിക്കുള്ളാക്കി തീർക്കാനും ശ്രമിക്കരുത്. കാരണം കർത്താവ് പറയുന്നു, നീ ചിലപ്പോൾ ബലഹീനനായിരിക്കാം, പക്ഷെ ബലപ്പെടുത്താൻ ഞാനുണ്ട്. പല ബലവാന്മാർ ഓടി ക്ഷീണിക്കുമ്പോൾ നീ ബലഹീനനായി ഓടാൻ കഴിയാതെ ഇരുന്നെങ്കിലും കർത്താവ് പറയുന്നു, എൻ്റെ ബലത്തെ ഞാൻ നിൻ്റെ ജീവിതത്തിൽ പകർന്ന് നിന്നെ ഒരു ബലവാനാക്കി മാറ്റി ഞാൻ നിന്നെ ഓടിപ്പിക്കും എന്ന്, ഓടാൻ സഹായിക്കുമെന്ന് അരുളി ചെയ്യുന്ന നമ്മുടെ പരിശുദ്ധനായ ദൈവമാണ്. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ എക്സാമ്പിൾസ് നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. 80 വയസ്സ് പ്രായമുള്ള ഒരു മോശയെ ദൈവം വിളിച്ചു. അവൻ ബലവാനായിരുന്നോ ബലഹീനനായിരുന്നോ? ബലഹീനനായിരുന്നു. പക്ഷെ അവനെ ദൈവം ബലവാനാക്കി മാറ്റി. 30 ലക്ഷം ഇസ്രായേൽ ജനങ്ങളെ ചെങ്കടൽ കൂടി കടത്തി മരുഭൂമിയിൽ വഴി നടത്താൻ മതിയായവനായിരുന്നു. ജോഷുവയെ ദൈവം വിളിച്ചത് 30-ാമത്തെ വയസ്സിലല്ല, 80-ാമത്തെ വയസ്സിൽ പ്രായമായിരുന്നപ്പോൾ അവനെ ദൈവം തിരഞ്ഞെടുത്തു. ഏത് ബലഹീനനെയും ബലപ്പെടുത്താൻ മതിയായവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. അയ്യോ, നല്ല പ്രായത്തിൽ കുഞ്ഞുങ്ങളുണ്ടായില്ലല്ലോ, ഇനി സാരമല്ലോ വേണ്ട എന്ന് വിചാരപ്പെട്ട് ഇരുന്നവനല്ല ആബ്രഹാം. ഞാൻ ബലഹീനനാണെങ്കിലും എൻ്റെ ബലഹീനതയിൽ എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. 100 വയസ്സായി, ഭാര്യയ്ക്ക് 90 വയസ്സായി. 90 വയസ്സിലും അവൾ ഗർഭിണിയായി, സുഖപ്രസവം. അന്ന് സ്കാനിങ് ചെയ്യാൻ ഉള്ള അവസരങ്ങൾ കിട്ടിയില്ല, സിസേറിയനുമില്ല, ഒന്നുമില്ല, നത്തിങ്. അവരോട് ചോദിച്ചാൽ
എല്ലാം അറിയുന്ന ഒരുവനുണ്ട്. ഞങ്ങളെ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ ദൃഷ്ടിയിലാണ് ഞങ്ങളിരിക്കുന്നത്, അവൻ്റെ സ്കാനിങ്ങില്ല. റിപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവത്തോടെ ചോദിച്ചാൽ മതി. അങ്ങനെ വളരെ മനോഹരമായിട്ട് വഴി നടത്തുന്ന ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല, ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ വചനം കാരണം ദൈവത്തിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം തൻ്റെ ശക്തിയാൽ സകലത്തെയും സൃഷ്ടിച്ചു, തൻ്റെ ശക്തിയാൽ സകലത്തെയും നിയന്ത്രിക്കുന്നു. ആകാശത്തെയും ഭൂമി അതിലുള്ള സകലത്തെയും തൻ്റെ ശക്തിയാൽ അവൻ അങ്ങ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ജനത്തെ അവൻ വളരെ മനോഹരമായി വഴി നടത്താൻ മതിയായവൻ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും പ്രയാസത്തിലും കണ്ണുനീരിൻ്റെ താഴ്വരയിലും വളരെ സ്ട്രഗിളിങ്ങിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവം മതിയായവനാണ്. നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, നിൻ്റെ ജീവിതത്തെ വഹിപ്പാൻ, വഴി നടത്താൻ, നിനക്ക് വേണ്ടി വഴിയൊരുക്കാൻ എൻ്റെ ദൈവം മതിയായവൻ. കേട്ടോ, വിളിച്ച് പറയാൻ പറക. കേട്ടോ കേട്ടോ വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. കേട്ടവൻ പറയുന്നു എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. വിളിച്ചു പറഞ്ഞോ എന്ന് ഒരുത്തൻ പറയുന്നു. ദൈവം പറഞ്ഞു വിളിച്ച് പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. ഷൗട്ട്, ഉറക്കെ പറയാനാ പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. കേട്ടവൻ പറഞ്ഞു എന്താ പറയണ്ടേ? ഞാൻ ചോദിച്ചു എന്താ? സകല ജഡവും പുല്ലുപോലെ തന്നെ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ചെറുപ്പകാലത്ത് ഇതൊന്നും നമ്മൾ ഓർക്കാറുമില്ല, ധ്യാനിക്കാറുമില്ല. ഇച്ചിരി പ്രായമൊക്കെ ആയി വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഇപ്പോൾ പഴയതുപോലെ ഒന്നും കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്നില്ല. ഭക്തൻ പരിശുദ്ധാത്മാ മുഖാന്തരം ദൈവമക്കളെ ഓർപ്പിക്കുന്ന മനുഷ്യൻ പുല്ലുപോലെ, അവൻ്റെ ഭംഗി വയലിലെ പൂ പോലെ ആകുന്നു. നിൻ്റെ കഴിവും നിൻ്റെ സൗന്ദര്യവും നിൻ്റെ ആരോഗ്യവും നിൻ്റെ മഹത്വവും നിൻ്റെ ജോലിയും നിൻ്റെ വരുമാനവും നിൻ്റെ ഡിഗ്രിയും എല്ലാം ഇതുപോലെ പൂ പോലെയാണ്. ഇന്ന് പൂക്കും, നാളെ കഴിഞ്ഞു അത് വാടിപ്പോകും. അതിൻ്റെ പിറ്റേ ദിവസം അത് ഉണങ്ങിപ്പോകും. അതുപോലെയാണ് ഈ സന്ദേശം. കർത്താവ് പറയുന്നു, നീ ആരെ അറിയിപ്പിക്കണം? നിൻ്റെ അടുത്തിരിക്കുന്നവരെ അറിയിപ്പിക്കണം. ഒന്ന് പറയാമോ? അടുത്തിരിക്കുന്നവരോടൊന്ന് പറയാമോ? എടാ, നിൻ്റെ ജീവിതം പുല്ലുപോലെയാണ്, നിൻ്റെ മഹത്വം പൂ പോലെയാണ്, അതെന്ന് മനോഹരമായിട്ടിരിക്കും. പറഞ്ഞോ, നല്ലതാ. കർത്താവ് പറഞ്ഞു ഉറക്കെ പറയാനാ പറയുന്നത്, നിങ്ങൾ പതുക്കെയാണ് പറയുന്നത്. വീട്ടിൽ ചെന്ന് ഉറക്കെ പറയണം, ഭാര്യയോടെ ഉറക്കെ പറയണം. ഓർക്കണം, ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മാൻ ഈസ് വീക്ക്, ദുർബലമായ ഒരു വ്യക്തി എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയും. നമുക്ക് മലകളിലും സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പുല്ലും അത് പൂത്തുമൊക്കെ മനോഹരമായിട്ട് നിൽക്കും വെയിലും മഴയൊക്കെ അടിക്കുമ്പം. ഒരു സീസൺ കഴിയുമ്പം മഴ അടിക്കത്തില്ല, വെയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴതെന്ത് ചെയ്യും? വാടി ഉണങ്ങിപ്പോകും. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. അല്പകാലം ഈ ഭൂമിയിൽ അവൻ ജീവിക്കും, അവൻ്റെ ജീവിതത്തിൽ പൂക്കളുണ്ടാകും, മനോഹരമായ ഒരവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഹീ ഈസ് വീക്ക്. ദ ബൈബിൾ സേസ് യു ആർ വീക്ക്. നീ ദുർബലനാണ്. അതുകൊണ്ട് ഈ അവസ്ഥയിലിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കാൻ, ഒരു ദുർബലനായ ഒരു മനുഷ്യനായി മാറാൻ കാരണം, ആദ്യ മനുഷ്യൻ ആദാമും അവ്വയും ദൈവത്തിൻ്റെ കൽപ്പന കേട്ടിട്ടും they never listened to his word. They heard the voice but they couldn't listen. നമ്മളെല്ലാവരും വചനം കേൾക്കുന്നവരാ, but we couldn't listen. ലിസൺ ചെയ്യുന്നവർ ഒബേ ചെയ്യും. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മൾ കേൾക്കുന്നവരായി മാത്രം തീരരുത്. വി ഷുഡ് ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതിനെ ശ്രദ്ധിച്ച് ഹൃദയങ്ങളെ ശോധന ചെയ്ത് വി ഷുഡ് പ്രിപ്പയർ അവർ ലൈഫ്. നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കി മാനസാന്തരത്തോട് ദൈവസന്നിധിയിൽ നാം ജീവിക്കണം. അതുകൊണ്ട് ദുർബലനായ മനുഷ്യനെ ഒരു ദിവസം ദൈവം എന്ത് ചെയ്തു? സന്ദർശിച്ചു. ഈ ദുർബലനായ മനുഷ്യനെ ദൈവം എങ്ങനെ സന്ദർശിച്ചെന്നറിയാമോ? കർത്താവിൻ്റെ തിരുവചനത്താൽ. ആ ഭാഗം വായിക്കുമ്പോൾ, പുൽ ഉണങ്ങും, പൂ വാടും, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഇങ്ങനെ വാടിപ്പോയ ദുർബലനായ മനുഷ്യനെ എന്ന് ഈ നിലനിൽക്കുന്ന വചനം
നമ്മെ സന്ദർശിച്ചോ, എന്ന് നമ്മൾ ഈ വചനത്തെ വിശ്വസിച്ചോ, അന്ന് മുതൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ദുർബലനായ മനുഷ്യൻ ഒരു ദിവസം മരിച്ചു പോകും. പക്ഷേ ഈ മരിച്ചു പോകുന്ന മനുഷ്യൻ, ദുർബലനായ ഈ മനുഷ്യൻ, മാറ്റമില്ലാത്ത ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ മരണത്തിന് ശേഷം നിത്യതയിലേക്ക് പ്രവേശിക്കും. വചനത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് അല്പം നേരം നിങ്ങളുടെ മുൻപിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വചനം മനുഷ്യൻ എഴുതിയതല്ല, ദൈവത്തിൻ്റെ വചനമാണ്. അത് മനുഷ്യൻ്റെ വചനമായിരുന്നിരുന്നെങ്കിൽ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ വചനം നശിച്ചു പോയേനെ. ഈ വചനത്തിന് ഒരു മാറ്റം വരാത്ത കാരണം മനുഷ്യൻ എഴുതിയത് കൊണ്ടല്ല, ഇത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ഒരു മനുഷ്യർക്കും ഇതിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല, മാറ്റേണ്ട ആവശ്യമില്ല. ഇന്ന് ലോകത്തിൽ മനുഷ്യർ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങൾക്കും ചില കാലങ്ങൾക്ക് ശേഷം അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്ഡേറ്റ് ഇല്ലാത്ത പുസ്തകങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആവും. പക്ഷെ ഈ ലോകത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ അതിന് അപ്ഡേറ്റ് ആവശ്യമില്ലായിരുന്നു. എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഏക പുസ്തകമുണ്ടെങ്കിൽ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം തലമുറയായിട്ട് ജീവിക്കുന്ന ഒരു വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനം ലോകത്തിലുള്ള ഭൂരിപക്ഷ ഭാഷകളിലും അത് പരിഭാഷണം ചെയ്തിട്ടുണ്ട്. ഇത് വായിക്കാത്തവർ ചുരുക്കം പേരേ ഉള്ളൂ. ലോകത്ത് ഭൂരിപക്ഷ ജനങ്ങളും ഇതിനെ വായിച്ചിട്ടുണ്ട്, ഇതിനെ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ഇതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതിനെ കേട്ടിട്ടുണ്ട്, ഇതിനെ പാലിച്ചിട്ടുണ്ട്, ഇതിനെ ശോധന ചെയ്തിട്ടുണ്ട്. ഇത് അനേക സ്ഥലങ്ങളിൽ ഈ ദൈവവചനത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം ഈ വചനം മനുഷ്യനെ വീണ്ടെടുത്തു. ഈ വചനം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കൊടുത്തു, ദൈവസന്നിധിയിൽ നിരപ്പ് കൊടുത്തു. കൂടാതെ ഈ വചനത്തിന് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. There were a lot of enemies. അവർക്ക് പോലും ഈ വചനത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ വചനത്തിന് വിരോധമായി എഴുന്നേറ്റ ശത്രുക്കൾ പോലും പിന്നത്തേതിൽ അവർ ഇതിന് അനുകൂലമായി തീർന്നു. അനേകർ ഇതിനെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ പരിഹസിച്ച പലരും ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അനേകരെ മാറ്റിമറിച്ച് വചനമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തിരുവചനം പല പുൽപ്പിറ്റുകളിലും ഇന്ന് ദുർവിനിയോഗിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും ഈ വചനം ഇന്ന് വരെ മാറിയിട്ടില്ല. ഈവൻ ദോ ദിസ് ബൈബിൾ ഈസ് മിസ്ഇൻറ്റർപ്രിറ്റഡ്, വചനം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, മാറ്റം വന്നിട്ടില്ല. ദൈവം അന്ന് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ കൊടുത്ത അതേപോലെ തന്നെ ഇന്ന് വരെ നിലനിൽക്കുന്നത്. കാരണം ബിക്കോസ് ദിസ് ഈസ് ഗോഡ്സ് വേർഡ്. ഇതിനെ വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ആ 1-ാം നൂറ്റാണ്ടിൽ ഒരു എംപറർ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ചക്രവർത്തി, ഡയോക്ലിയൻ എന്ന് പേരുള്ള ഒരു ചക്രവർത്തി ഇതിനെ റോമ സാമ്രാജ്യത്തിലുള്ള എല്ലാ ബൈബിളിലെയും കത്തിച്ച് കളയാനായിട്ട് കൽപ്പിച്ചു. അവനെ കൊണ്ട് സാധിച്ചില്ല. അവൻ മരിച്ചുപോയി. പക്ഷേ ഇന്നും തിരുവചനം ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഏകദേശം 25 വർഷം കഴിഞ്ഞതിന് ശേഷം അതേ റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ സർക്കാരിൻ്റെ ചെലവിൽ തന്നെ ബൈബിൾ അച്ചടിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ ദൈവം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാകിയാൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തികൾക്കോ ഒരു മനുഷ്യർക്കോ ഒരു ശക്തികൾക്കോ ഇതിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. ഫ്രഞ്ചിൽ വോൾട്ടയർ എന്ന ഒരു മഹാനുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട വോൾട്ടയർ. ആ വ്യക്തി പ്രകാരം പറഞ്ഞു, 100 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ക്രിസ്ത്യാനിറ്റി എന്നുള്ള സംഭവമേ ഉണ്ടാവത്തില്ല. അതിനുശേഷം ഒരു വ്യക്തി പോലും ബൈബിൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടാകത്തില്ല. പക്ഷെ അവൻ മരിച്ചിട്ടും, ബഹുമാനപ്പെട്ട വോൾട്ടയർ മരിച്ചിട്ടും അവനെന്നൊന്നും വിളിക്കരുതല്ലോ.
ബഹുമാനപ്പെട്ട വോൾട്ടയർ മരിച്ചിട്ടും കർത്താവിൻ്റെ വചനം ഇന്നും ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഈ മരിച്ചുപോയ ബഹുമാനപ്പെട്ട വോൾട്ടയറിന് ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടായിരുന്നു. മരണശേഷം അവൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ തന്നെ ബൈബിൾ അച്ചടിക്കാനിടയായി. ഹലോ, പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ദൈവവചനത്തിനെ സ്തോത്രം ചെയ്യാം. ഈ വചനം വായിച്ച് അനേകായിരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്, സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകം ആയതുകൊണ്ട് ലോകത്തിൽ ഒരു വ്യക്തിക്ക് പോലും നശിപ്പിക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുൻപേ ഇത് നശിച്ചു പോയനെ. നശിപ്പിക്കാൻ ശ്രമിച്ച ഒരുവൻ പോലും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇന്നും ജീവിച്ചിരിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ യേശയ പ്രവചന പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ ദൈവം പ്രവാചകൻ യേശയ മുഖാന്തരം അരുളി ചെയ്ത അതേ പാസേജ്, അതേ ഭാഗം 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിൽ പത്രോസ് അവിടെ കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് അവിടെ പത്രോസ് 1-ാമത്തെ ഭാഗം തൊട്ട് അവിടെ തൻ്റെ ഭക്തന്മാരോടാണെങ്കിൽ ദൈവസഭയോട് അരുളി ചെയ്യുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും. നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി ദൈവസന്നിധിയിൽ കാക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ വചനത്താൽ, നാം വീണ്ടെടുക്കപ്പെട്ടതും ദൈവത്തിൻ്റെ വചനത്താൽ. നാം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ദൈവത്തെ? ഇല്ല, നാം ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ കാണാത്ത ഈ പരിശുദ്ധനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമ്മളോട് വ്യക്തമായി അരുളി ചെയ്യുന്നത് ഈ തിരുവചനം തന്നെയാണ്. ഈ തിരുവചനം ഗ്രഹിക്കാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. അവൻ്റെ വിളിക്കൊത്തവണ്ണം നമ്മളെ ജീവിപ്പിക്കുന്നതും ഈ തിരുവചനം തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഭക്തൻ പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് പരിശുദ്ധാത്മാ മുഖാന്തരം പറയുന്നത്, അവൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വി ഹാവ് ടു മെഡിറ്റേറ്റ്. നാം എല്ലാവരും വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് ഒരു ദിവസം. ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ വിതൗട്ട് ഹോളി വിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. നമ്മെ വിശുദ്ധനാക്കുന്നത് ആരാ? നമ്മുടെ പ്രവൃത്തികളാണോ? അല്ല, ദൈവത്തിൻ്റെ തിരുവചനം. ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ ഭയപ്പെടണം. നമ്മുടെ പ്രവൃത്തികളെ ന്യായം വിധിക്കുന്നതാരാ? കർത്താവിൻ്റെ വചനം തന്നെ. നമ്മുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാരാ? കർത്താവിൻ്റെ വചനം തന്നെ. നമ്മെ വീണ്ടെടുത്തതാരാ? പൊന്നും കൊണ്ടോ വെള്ളിയും കൊണ്ടോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറപ്പെട്ട രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ മറുവിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടു എന്ന് നമ്മളോട് അറിയിപ്പിച്ച സന്ദേശം ഈ തിരുവചനം തന്നെയാണ്. അതുകൊണ്ട് പത്രോസ് ഇങ്ങനെ പറയുകയാണ് സഭയോട്, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? ഒന്ന് സ്നേഹത്തോടെ ജീവിക്കണം. സഹോദര പ്രവൃത്തി, ലവ് വൺ അനദർ, അന്യോന്യം ഉറ്റു സ്നേഹിക്കണം, ഒരുമിച്ച് ജീവിക്കണം, സ്നേഹത്തോടെ ജീവിക്കണം. കെടുന്ന വസ്തുവല്ല, കെടാത്ത വസ്തു. തിരുവചനത്താൽ തന്നെ നമ്മെ കർത്താവ് വീണ്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് പത്രോസ് പറയാണ്, സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെ ആകുന്നു. പുല്ലും പൂവും വാടിപ്പോകും, കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ടാ ഭക്തൻ ചോദിക്കത്തില്ല ഇന്ന് പ്രാർത്ഥിച്ചോന്ന്, ബൈബിൾ വായിച്ചു എന്നേ ചോദിക്കത്തുള്ളൂ. എപ്പോഴും പാസ്റ്റർ മുൻഗണന കൊടുക്കുന്നത് ഹി ഗീവ്സ് പ്രയോറിറ്റി ടു ദ വേർഡ് ഓഫ് ഗാഡ്. നിങ്ങളുടെ പ്രാർത്ഥന നല്ലതാ, വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ പ്രാർത്ഥന എല്ലാവർക്കും ഉള്ളതാണ്.
ക്രൈസ്തവനും അക്രൈസ്തവനും, രക്ഷിക്കപ്പെട്ടവന് രക്ഷിക്കപ്പെടാത്തവനും എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥനയുണ്ട്. പക്ഷെ ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവവചനത്തെ വായിക്കുകയും, രാവിലെ എണ്ണിച്ച പ്രാർത്ഥിക്കാത്ത ആരാ ഉള്ള? എല്ലാവരും പ്രാർത്ഥിക്കും, ഭൂരിപക്ഷ ജനവും പ്രാർത്ഥിക്കും. പക്ഷെ വചനം വായിക്കുന്ന ഒരല്പം വ്യക്തികളെ ഉള്ളൂ. ഓർത്തോളം, പ്രാർത്ഥിച്ചില്ലെങ്കിലും എന്തു ചെയ്യണം? ബൈബിൾ വായിക്കണം. നമ്മളെ വീണ്ടെടുത്തത് നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മളെ ശുദ്ധീകരിച്ചത് നമ്മുടെ പ്രാർത്ഥനയല്ല, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനയല്ല, കർത്താവിൻ്റെ വചനമാണ്. എത്രത്തോളം വായിക്കുന്നോ അത്രത്തോളം തിരുവചനം നിങ്ങളെ ഒരുക്കിയെടുക്കും. വചനം വായിക്കാത്തവർക്കാണ് അച്ചടക്കമുള്ള ജീവിതമില്ലാത്ത. സഭയിലായാലും വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും വചന വായനയും പഠനവും ധ്യാനവും ഇല്ലാത്തവർക്ക്, വചന ധ്യാനമില്ലാത്തവർക്ക് ജീവിതം ക്രമീകരിക്കാൻ സാധിക്കത്തില്ല. പ്രാർത്ഥിക്കാത്ത ആരാ ഉള്ളത്? ഞാൻ പിന്മാറ്റത്തിലിരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചാണ്. പേടിയാണ് പ്രാർത്ഥിക്കാതെ പോയ കർത്താവ് എന്തെങ്കിലും ചെയ്യും. ആ പ്രാർത്ഥിച്ച സമയം വല്ലതും ബൈബിൾ എടുത്ത് വായിച്ചിരുന്നെങ്കിൽ നേരത്തെ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു വന്നേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് സഭയ്ക്ക് വളരെ മനോഹരമായ ദൂതാണ് കൊടുത്തത്. സഹോദരന്മാരെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ 9-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസൻ ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട്, ഓ സയോൻ ഹു ബ്രിങ് ഗുഡ് ടൈഡിങ്സ് ഗെറ്റ് അപ്പ് ഇൻ ടു ദ ഹൈ മൗണ്ടൻസ്, ജെറുസലേം യു ഹു ബ്രിങ് ഗുഡ് ടൈഡിങ്സ് ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ് വിത്ത് സ്ട്രെങ്ത്. സ്വാർത്ഥ ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സ്വാർത്ഥ ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. ഇതാ നിന്റെ ദൈവത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? പറയണം. അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ സ്വാർത്ഥ ദൂതിയായ സിയോനെ, ഓ സയോൻ യു ബ്രിങ് ഗുഡ് ടൈഡിങ്സ്. സ്വാർത്ഥദൂതി. ഇന്ന് സഭകൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ. ദേ ആർ നോട്ട് ബ്രിങ്ങിങ് ഔട്ട് ഗുഡ് ടൈഡിങ്സ്. അവർ വിളിച്ചു പറയുന്നില്ല. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒന്ന്, ആദ്യത്തെ ഭാഗം ആ യെരൂശലേമിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമോട് ദൈവം സംസാരിച്ചത് ആശ്വാസത്തോടും ആദരവോടും. ഇവിടെ 6-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ആശ്വാസത്തോടും ആദരവോടും സംസാരിച്ച ആ സന്ദേശത്തെ ഏറ്റെടുത്ത് ദൈവസഭയോട് പറയുന്നു, നീ അത്യുച്ചത്തിൽ പറ, മറ്റുള്ളവർ കേൾക്കട്ടെ, ധൈര്യത്തോടെ പറ. നീ 1-ാമത്തെ വാക്യത്തിൽ നീ എന്ത് പ്രാപിച്ചോ, 3-ാമത്തെ വാക്യത്തിൽ നീ എങ്ങനെ ഒരുങ്ങിയോ, ആ ഒരുക്കത്തിന്റെ സന്ദേശം, നിന്നെ വീണ്ടെടുത്ത സന്ദേശം, നിന്നെ മറുവിലയ്ക്ക് വാങ്ങിച്ച സന്ദേശം നീ ഉറക്കെ വിളിച്ചു പറ. അവിടെ 2 വ്യക്തികളെ കുറിച്ച് പറയുന്നത്, ഒന്ന് സിയോനോടും ഒന്ന് യെരൂശലേമോടും വിളിച്ചു പറയാൻ പറയും. സിയോൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർക്ക് ഒരുക്കി വെച്ച ഒരു സ്ഥലമാണ്. പഴയ നിയമത്തിൽ പ്രാകാരം വിശുദ്ധ സ്ഥലം, അതേപോലെ യെരൂശലേമിൻ്റെ ക്യാപിറ്റൽ സിയോൻ. ഇപ്പോൾ ശുശ്രൂഷകന്മാർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് സിയോൻ. അവിടെ പാർത്ത് കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളെ പരമേൽപ്പിക്കും. പഴയ നിയമത്തിൽ ചില കാര്യങ്ങൾ നിഴലായി കാണപ്പെടുന്നതൊക്കെ പുതിയ നിയമത്തിൽ നമ്മൾ അത് വ്യാഖ്യാനിക്കണം. അത് വ്യാഖ്യാനിക്കുമ്പോൾ യെരൂശലേം നിവാസികളെന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവഭക്തരാണ്, വിശ്വാസികൾ. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷക കർത്താവായി സ്വീകരിച്ച് ഞായറാഴ്ച സഭായോഗത്തിന് വരുന്നവരാണ് യെരൂശലേം നിവാസികൾ. അപ്പോൾ വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പക്ഷെ പുതിയ നിയമത്തിൽ പ്രവേശിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്ത്? തിരശ്ശീല കീറിക്കളഞ്ഞു. അത് സിയോനാകട്ടെ യെരൂശലേമാകട്ടെ, എന്നെയും നിങ്ങളെയും പരമേൽപ്പിച്ച സന്ദേശം എന്ത് ചെയ്യണം? വിളിച്ചു പറയണം. അവിടെ കർത്താവ് പറയും, നീ ധൈര്യത്തോടെ വിളിച്ചു പറ, നീ ഉറക്കപ്പറ. നിന്നെ ആദ്യം ആശ്വാസത്തോട് നിന്നോട് സംസാരിച്ച ആ സന്ദേശം, ആദരവോട് സംസാരിച്ച സന്ദേശം എന്തായിരുന്നു? പ്രിപ്പയർ ദ വേ ആൻഡ് ക്ലിയർ ദ വേ. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞേ, പ്രിപ്പയർ ദ വേ ആൻഡ് ക്ലിയർ ദ വേ.
ഒരുക്കത്തോടെ നിന്നെ ഒരുങ്ങാൻ വേണ്ടി, നിന്നെ മാനസാന്തരപ്പെടാൻ വേണ്ടി. ഹല്ലേലൂയ. യോഹന്നാൻ്റെ കാലഘട്ടം മുതൽ ഹല്ലേലൂയ ദൈവം പരമേൽപ്പിച്ച ആ ശുശ്രൂഷ, അത് കഴിഞ്ഞതിന് ശേഷം യേശു കർത്താവ് ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് 12 ശിഷ്യന്മാർ, പിന്നെ അവരെ പിന്തുടർന്ന സകല ശിഷ്യന്മാരും ഏറ്റെടുത്ത ശുശ്രൂഷ എന്താണെന്നറിയാമോ? പ്രിപ്പയർ ദ വേ. ആ സന്ദേശമാണ് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. പിന്നെ കർത്താവോട് യെരൂശലേമോട് പറഞ്ഞ ആ സന്ദേശം തന്നെ അവർ മറ്റുള്ളവരോട് ഏറ്റുപറയാൻ പറഞ്ഞത്. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടത്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോഴാണ് പൊതുവെ നമ്മുടെ ചർച്ച് വീക്കായിട്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന സന്ദേശം എന്ത് ചെയ്യുന്നില്ല? അത് മറ്റുള്ളവരോട് പകർത്തുന്നില്ല, അത് നമ്മൾ മറ്റുള്ളവരോട് കൈമാറുന്നില്ല. ഞായറാഴ്ച ഒരു സഭാ ആരാധനയോടെ നമ്മൾ സംതൃപ്തരാകുന്നു. പക്ഷേ പറഞ്ഞാൽ, നീ കേട്ട സന്ദേശം പറഞ്ഞാൽ, മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പ്രാപിക്കുന്ന അനുഗ്രഹം? പറയണോ വേണ്ടയോ എന്ന് തീർമാനിക്കുന്നത് നിങ്ങൾ. മാനസാന്തരത്തിൻ്റെ പ്രസംഗം പ്രസംഗിച്ചാൽ മതി കേട്ടോ. ഇവിടെ വന്നാൽ വിസ കിട്ടുന്ന പ്രസംഗം ഇവിടെ ഇല്ല. ഇവിടെ വിസ പ്രോസസ്സിങ് ഇല്ല. ഇവിടെ ഞങ്ങൾ ആരെയും വിദേശ രാജ്യത്തിന് അയക്കാനുമില്ല. മഞ്ഞ് വീഴുന്ന രാജ്യത്തിൽ അയക്കാനല്ല ഈ യോഗം കൂടിയിരിക്കുന്നത്. ഇവിടെ പ്രൊമോഷനും ഇല്ല, ഡീപ്രൊമോഷനും ഇല്ല. അടുത്ത വർഷം ദൈവം നിങ്ങൾക്ക് വീട് തരുമെന്ന് പറയുന്ന സന്ദേശവും ഇവിടെ ഇല്ല. ഇവിടുത്തെ സന്ദേശം മാനസാന്തരത്തിൻ്റെ സന്ദേശമായിരിക്കും. കരങ്ങളെ വരുത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. പലപ്പോഴും മാനസാന്തരപ്പെടാൻ കഴിയാത്തത് കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തത്. ഒരുക്കമുള്ളവൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചവൻ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ പിന്നെ നിങ്ങൾ മൗനമായിരിക്കത്തില്ല. നിങ്ങൾ പ്രാപിച്ച ഈ യേശുവിനെ ഉറപ്പായിട്ടും മറ്റുള്ളവരോട് അറിയിക്കും. പേടിച്ചല്ല അറിയിക്കുന്നത്, ധൈര്യത്തോടെ അറിയിക്കും. 12 ശിഷ്യന്മാരും പേടിച്ചല്ല അറിയിച്ചത്, അവർ ധൈര്യത്തോടെ അറിയിച്ചു. അടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കാരാഗ്രഹത്തിൽ ഇട്ടാലും ഇട്ടില്ലെങ്കിലും അവർ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയിട്ട്. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ സ്ട്രഗിളിങ്. 12 ശിഷ്യന്മാർ എത്ര അടി വാങ്ങിച്ചാലും they never struggled because they lived for Christ. കരങ്ങളിൽ വരുത്തി ദൈവത്തെ സ്തോത്രം ചെയ്യും. അങ്ങനെ കർത്താവ് ഏൽപ്പിച്ച, നിങ്ങൾ പ്രാപിച്ച മാനസാന്തരത്തിൻ്റെ സന്ദേശത്തെ മറ്റുള്ളവരോട് പകർന്നാൽ നിങ്ങൾ പ്രാപിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഒരു 10 ഏക്കർ സ്ഥലമൊന്നുമല്ല, ഒരു വീടോ ഒരു പ്രൊമോഷനോ പണമോ സമ്പത്തോ അല്ല. ബിഹോൾഡ് ദ ലോർഡ് ഷാൽ കം വിത്ത് എ സ്ട്രോങ് ഹാൻഡ്. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യും. ആർക്ക് വേണ്ടി ഭരണം ചെയ്യും? ഇത് നീ പ്രാപിച്ച മാനസാന്തരത്തിൻ്റെ സന്ദേശത്തെ മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ ബലവാനായ ക്രിസ്തു നിനക്ക് വേണ്ടി. ആ വാക്യം മാത്രം അണ്ടർലൈൻ ചെയ്ത് പ്രസംഗിക്കാമായിരുന്നു, പക്ഷെ വേസ്റ്റായി പോയേനെ. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി അത് പ്രസംഗിക്കുന്നത് കൊണ്ട് ഇന്ന് ദൈവം അനേകരെ മാനിക്കാൻ പോകുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് പലരും ഇവിടെ മൗനമായിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പ്രാപിച്ച മാനസാന്തരത്തിൻ്റെ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ബലവാനായ സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ ഭുജം നിനക്ക് വേണ്ടി, അവന് വേണ്ടി, ഉറക്കെ പറയുന്നവന് വേണ്ടി അവൻ ഭരണം ചെയ്യും. കൂടാതെ അവൻ്റെ അടുത്തുണ്ട് എന്തുണ്ട്? കൂലിയുമുണ്ട്, പ്രതിഫലവുമുണ്ട്. എന്തുണ്ട്? അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞാട്ടെ. മാനസാന്തരത്തിൻ്റെ സന്ദേശം ഉറക്കെ പറഞ്ഞാൽ കൂലിയുമുണ്ട്, പ്രതിഫലവുമുണ്ട്. നിന്നെ കടക്കാരനായിട്ട് ദൈവം അയക്കത്തില്ല. നിൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന വ്യക്തികൾക്ക് നീ ശമ്പളം കൊടുക്കാതെ ഇരിക്കുമോ? ഞാൻ 2 ദിവസം എൻ്റെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന കൊച്ചിന് എന്നെ ശമ്പളം കൊടുക്കാൻ 2 ദിവസം താമസിച്ചാൽ തന്നെ എനിക്ക് വലിയ വിഷമമാണ്. പറ്റുമെങ്കിൽ നേരത്തെ കൊടുക്കാൻ ശ്രമിക്കും, കൃത്യം കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ കർത്താവ്
ഞാനാണോ നല്ലവൻ, കർത്താവാണോ നല്ലവൻ? ദുഷ്ടന്മാരെ നിങ്ങൾ തന്നെ നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നല്ലവനായ പിതാവ് നീ വിളിച്ചു പറഞ്ഞാൽ നിനക്ക് കൂലിയുമുണ്ട്, പ്രതിഫലവുമുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ പ്രാപിച്ച മാനസാന്തരത്തിൻ്റെ സന്ദേശം നിങ്ങൾ എന്തു ചെയ്യണം? മറ്റുള്ളവരോട് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഈ കർത്താവ് യേശു ഒന്ന് വാഴാൻ വരും. 1. 2, നിനക്ക് കൂലി തരും. 3, നിനക്ക് പ്രതിഫലം തരും. 4ാമത്തെ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഹീ വിൽ ബി യുവർ ഷെപ്പേർഡ്. ലോകത്തെ ഏറ്റവും നല്ല ഇടയൻ ആരാന്നറിയാമോ? യേശുവാണ്. ഹീ ഈസ് ദ ബെസ്റ്റ് ഷെപ്പേർഡ്, ഹീ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഷെപ്പേർഡ് ആൻഡ് ഹീ ഈസ് ദ ചീഫ് ഷെപ്പേർഡ്. ഈ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടയനായിരിക്കും. എങ്ങനെ നയിക്കുമെന്നറിയാമോ? സ്പെഷ്യൽ കെയർ. കുഞ്ഞാടാണോ തള്ളയാടാണോ എന്ന് പറഞ്ഞാൽ മൂപ്പനാണോ, നേരത്തെ രക്ഷിക്കപ്പെട്ടതാണോ, അവസാനം രക്ഷിക്കപ്പെട്ടതാണോ എന്നൊന്നും നോക്കത്തില്ല. മാനസാന്തരത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുന്നവന് ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേയ്ക്കുന്നത് പോലെ വളരെ മനോഹരമായിട്ട് മേയ്ക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്തൊരു ഇടയനുണ്ട്, ബേബിച്ചേട്ടൻ. ഇവിടെ മേയ്ച്ച് പുല്ലെല്ലാം തീരുമ്പം പശുവിനെ എന്തു ചെയ്യും? മാറ്റിക്കിട്ടും. അതേപോലെ നീ മേയുന്ന സ്ഥലത്ത് തീർന്നു പോയാലും നീ വിചാരപ്പെടണ്ട, അവൻ നിനക്ക് നല്ല മേച്ചലിലേക്ക് പ്രവേശിക്കാൻ ദൈവം സഹായിക്കും. നിങ്ങൾക്കറിയാമോ എന്താ ദൈവം ആടെന്ന് പറയാൻ കാരണം? ലോകത്ത് ജീവജന്തുക്കളിൽ ആടിന് മാത്രം തന്നെ ജീവിക്കാൻ പറ്റത്തില്ല. തന്നെ കുളിക്കാൻ അറിയത്തില്ല, തന്നെ ആഹാരം എടുത്ത് തിന്നെ, എല്ലാം അതിനെ മേയ്ക്കണം. അതാത് സമയത്ത് അതിനെ കരുതണം. യു ഹാവ് ടു കെയർ. നോക്കി, ഇത്രയേ ഉള്ളൂ ഉറുമ്പ്. നിങ്ങളാരും കെയർ ചെയ്യണ്ട, അത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. അതിനറിയാം മഴ സമയത്ത് അതിനാവശ്യമുള്ള ആഹാരമെല്ലാം വേനൽ സമയത്ത് എന്തു ചെയ്യും? അത് ഒരുക്കി വയ്ക്കും. അതിന് തന്നെ ജീവിക്കാൻ അറിയാം. പക്ഷെ ആടുകൾക്ക് എന്തു ചെയ്യാൻ പറ്റത്തില്ല? തന്നെ ജീവിക്കാൻ. ദൈവമക്കളെല്ലാം ആടുകളെ പോലെയാണ്. നമ്മൾ ബലഹീനരാ. വി ആർ നോട്ട് സ്ട്രോങ്. അതിനാ കർത്താവ് പറയണ, നീ ബലഹീനനായിരിക്കാം, നിൻ്റെ ബലത്തിൽ ആശ്രയിക്കേണ്ട. നീ ഉറുമ്പിനെ പോലെ ഒന്നും സ്മാർട്ടായിട്ട് ജീവിക്കണ്ട. ബി ലൈക്ക് ഷീപ്പ് ആൻഡ് ഐ വിൽ ബി യുവർ ഷെപ്പേർഡ്. ആടിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അതിനറിയാം ഐ എം വീക്ക്. തന്നെ കുളിക്കാൻ അറിയത്തില്ല, തന്നെ മേയാൻ അറിയത്തില്ല, മേച്ചൽ കണ്ടെത്താൻ അറിയത്തില്ല. ശത്രുക്കളെ പേടിയെ, വളരെ പേടിയാണ്. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശക്തിയില്ല. ഇറ്റ് ഈസ് നോട്ട് ദ ഫാസ്റ്റസ്റ്റ് അനിമൽ, ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്, ഇറ്റ് ഈസ് നോട്ട് സ്മാർട്ട്, ഇറ്റ് ഈസ് വീക്ക്. ഏറ്റവും ജീവജന്തുക്കളിൽ ഏറ്റവും വീക്കായിട്ടുള്ള മൃഗം ആട്. കർത്താവ് അതിനെ ഒത്ത നിങ്ങളെയും എന്നെയും പറയണം. മേ ബി യു ആർ വീക്ക്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ മാനസാന്തരത്തിൻ്റെ ജീവിതം, മാനസാന്തരത്തിൻ്റെ സന്ദേശം, രക്ഷയുടെ സന്ദേശം, വീണ്ടെടുപ്പിൻ്റെ സന്ദേശം, നിത്യതയുടെ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരോട് ഘോഷിച്ചു പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വഹിക്കും, കരുതും, പോറ്റി പുലർത്തും. നിങ്ങൾക്കൊരു നന്മയും ദൈവം മുടക്കത്തില്ല. അതാണ് യേശയ്യാ പ്രവചന പുസ്തകം 40-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഈ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ല ഇടയനായിട്ടിരിക്കും. ചില സന്ദർഭങ്ങൾ നമുക്കറിയാം, ആരെങ്കിലും ഒരു ആലോചന പറഞ്ഞു തന്നാൽ കൊള്ളാമായിരിക്കുമെന്ന്. ഈ രക്ഷകൻ നിങ്ങളുടെ ഭവനത്തിൽ പാർത്താൽ ഹി വിൽ ഗിവ് യു ദ റൈറ്റ് മെസ്സേജ്. നല്ല മെസ്സേജ് അല്ല, റൈറ്റ് മെസ്സേജ്. നല്ല ദൂതിനും റൈറ്റ് മെസ്സേജിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നത് നല്ല നല്ല മെസ്സേജസ്, എന്നാൽ റൈറ്റ് മെസ്സേജസ് അല്ല. യു ക്യാൻ ഗെറ്റ് ഓൺലി റൈറ്റ് മെസ്സേജ് ഫ്രം അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. അവൻ തരുന്ന മെസ്സേജ് കറക്റ്റായിരിക്കും, അത് പെർഫെക്റ്റ് ആയിരിക്കും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ഹല്ലേലൂയ, നമ്മുടെ
രക്ഷകർത്താവ് യേശു ക്രിസ്തു ജ്ഞാനികളുടെ ജ്ഞാനിയാണ്. ഈ ജ്ഞാനികളുടെ ജ്ഞാനിയായ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ വസിച്ചാൽ, ഹല്ലേലൂയ, ഈ നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കുന്ന കർത്താവിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ചാൽ, ആ മാനസാന്തരത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് ഹല്ലേലൂയ ഘോഷിച്ചാൽ, തീർച്ചയായിട്ടും ഈ പരിശുദ്ധനായ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇവൻ നിങ്ങൾക്ക് കൂലി തരും, അങ്ങ് നിങ്ങൾക്ക് പ്രതിഫലം തരും. കൂടാതെ ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ വളരെ മനോഹരമായിട്ട് ഒരു നല്ല ഒരു ഇടയനായി, ഒരു വിലയേറപ്പെട്ട ഇടയനായി, ഒരു മഹത്വമുള്ള ഒരു ഇടയനായി നിൻ്റെ ജീവിതത്തിൽ കാണപ്പെടും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കരങ്ങളെ നീട്ടിപ്പിടിക്കാം, സമർപ്പണത്തോടെ നീട്ടിപ്പിടിക്കാം. ലോകത്തിലുള്ള അവിടെ ആ വചനം താഴോട്ട് വായിക്കുമ്പോൾ, ലേബനാനിലുള്ള സകല വൃക്ഷങ്ങളെ വെട്ടിയിട്ട് യാഗപീഠത്തിലിട്ട് കത്തിച്ചാലും, അവിടെയുള്ള സകല മൃഗങ്ങളെ യാഗമായി അർപ്പിച്ചാലും, പിതാവ് നിനക്ക് വേണ്ടി അർപ്പിച്ച യാഗത്തെക്കാളും വലിയ യാഗം ഒന്നുമില്ല. ഈ മഹാന് സദൃശ്യനാരുമില്ല. ഡോണ്ട് കമ്പയർ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് എനി അതർ പീപ്പിൾ. ഈ യേശുവിന് തുല്യനായിട്ട് ആരുമില്ല, ഈ മഹാന് തുല്യൻ ആരുമില്ല. ഇന്ന് ലോകത്ത് അനേകർ കുരിശിനെ ആരാധിക്കുന്നവരുണ്ട്, ചിലർ അച്ഛന്മാരെ ആരാധിക്കുന്നവരുണ്ട്, ചില പള്ളികളെ ആരാധിക്കുന്നവരുണ്ട്, ഇടവകകളെ ആരാധിക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ചിലർ പ്രവാചകന്മാരെ ആരാധിക്കുന്നവരുണ്ട്, ചിലർ തൻ്റെ ധനത്തെ ആരാധിക്കുന്നവരുണ്ട്, ചിലർ തൻ്റെ കുടുംബ മഹത്വത്തെ ആരാധിക്കുന്നവരുണ്ട്, ചിലർ കർത്താവ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ഇവിടെ നാം കടന്നു വന്നിരിക്കുന്നത് ഏതെങ്കിലും ലോക നന്മകളെ നേടാൻ വേണ്ടിയിട്ടാണോ നാം ആരാധിക്കാൻ വന്നത്? അതോ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത ആ ത്യാഗോജലമായ ആ യാഗത്തെ ഓർത്ത് നന്ദി പറയാനാണോ നാം ഇന്ന് പകൽക്കാലം ഈ ആലയത്തിലേക്ക് പ്രവേശിച്ചത്? ആ മാനസാന്തരത്തിൻ്റെ സന്ദേശമല്ലയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ കാരണം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരികളെ, നമ്മുടെ ആരാധന നമ്മെ വീണ്ടെടുത്ത യേശുവോടായിരിക്കണം, നമ്മെ സ്നേഹിച്ച യേശുവോടായിരിക്കണം, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമായി അർപ്പിച്ച യേശുവോടായിരിക്കണം. നോക്കുവീൻ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആകാശ സൈന്യങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. യഹോവ നിന്റെ ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ. അങ്ങ് ക്ഷീണിക്കുന്നില്ല, അങ്ങ് തളർന്നു പോകുന്നില്ല എന്ന് തിരുവചനം തൻ്റെ ജനത്തോട് പറയാൻ കാരണം എന്താണെന്നറിയാമോ? തൻ്റെ ജനത്തോട് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ലോകപ്രകാരമായ ഇടയന്മാരെല്ലാം ക്ഷീണിച്ചു പോകും. ഏത് ആടുകളാണ്, ഒരാടാണോ രണ്ടാടാണോ 100 ആടാണോ, അതിനെ മേച്ചൽ പുറത്ത് കൊണ്ടുപോകുന്ന ഇടയൻ ഒരു ദിവസം 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കും. അവൻ ക്ഷീണിച്ചു പോകും, അവൻ രോഗിയാകുന്ന സമയങ്ങളുമുണ്ട്. പക്ഷേ മാനസാന്തരത്തിൻ്റെ സന്ദേശത്തെ ആർത്തു ഘോഷിക്കുന്നവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട നല്ല ഇടയനായ യേശു ക്രിസ്തു ഉണ്ടല്ലോ. കർത്താവ് പറയുന്നു, ആർത്തു ഘോഷിക്കുന്നവനോട് പറയുന്നു, മോനെ, ഞാൻ ക്ഷീണിക്കത്തുമില്ല, ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ നിന്നെ എപ്പോഴും കരുതും. നീ ഉറങ്ങിയാലും ഞാൻ ഉറങ്ങത്തില്ല, നീ ക്ഷീണിച്ചാലും ഞാൻ ക്ഷീണിക്കത്തില്ല. ഐ ആം ദെയർ ഫോർ യു എവറി ടൈം. ക്ഷീണിക്കുന്ന നിനക്ക് ശക്തി നൽകുന്ന ഒരു ദൈവമാണ് നിന്നോട് കൂടെ വസിക്കുന്നത്. ബലമില്ലാത്ത സമയങ്ങളിലും സാഹചര്യങ്ങളിലും നിന്നെ ബലപ്പെടുത്തുന്ന ഒരു നല്ല ഇടയനാണ് നിന്നോട് കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, ഈ നല്ല ഇടയനായ യഹോവയ്ക്ക് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകുകയില്ല, ക്ഷീണിച്ചു പോകുകയില്ല. യഹോവയുടെ തേജസ് അവരുടെ മേലുണ്ട്. യഹോവ ഒരിക്കലും
മാനസാന്തരത്തിൻ്റെ മെസ്സേജിനെ, സന്ദേശത്തെക്കുറിച്ച് മറ്റുള്ളവരോട് വിളിച്ച് പറയുന്നവന് മറിഞ്ഞിരിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, പരിശുദ്ധനായ ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു തീർമാനത്തോടെ വേണം നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ. നാം കേട്ട മാനസാന്തരത്തിൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവരോട് പറയാൻ നാം വിളിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങളെ നീട്ടി നിങ്ങൾക്ക് എന്താണ് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാനുള്ളത്? ജീവിതത്തിൽ ഒരു ദിവസം പോലും മറ്റുള്ളവരോട് മാനസാന്തരത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പറയാത്ത അനേകർ ഈ ആലയത്തിലുണ്ട്. എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഈ സഭയെ ഓർത്ത് എനിക്ക് വളരെ ഭാരമുണ്ട്, വളരെ വേദനയുണ്ട്. People are happy and satisfied with Sunday worship, but I am so sad. കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് നല്ലതാണ്, പക്ഷേ ലിസൺ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ശ്രദ്ധയോടെ കേട്ട് അതിനെ ധ്യാനിച്ച് അതിനെ പാലിക്കുന്നതാണ് ഉത്തമമായ കാര്യം. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വസിപ്പാൻ നീ വഴി ഒരുക്കിയോ? കഴിഞ്ഞ ദിവസം കേട്ട സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനസാന്തരത്തോട് കഴിഞ്ഞ ആഴ്ച നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞോ? ഇല്ല. വചനം വെറുതെ കേട്ടിട്ട് പോയി പഴയ ജീവിതം തന്നെ പിന്തുടർന്നോ? കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു? അതിന് മുമ്പത്തെ ആഴ്ചയെക്കാളും ഒരു വിശുദ്ധ ജീവിതം ദൈവസന്നിധിയിൽ ജീവിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ഞായറാഴ്ച ദൈവസന്നിധിയിൽ എടുത്ത തീർമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞോ? ഇല്ല. പഴയതുപോലെ തന്നെ കുത്തഴിഞ്ഞ ജീവിതം, നുണയും കള്ളവും പറഞ്ഞ്, കയ്പും പരദൂഷണവും പറഞ്ഞ്, കൊറള പറഞ്ഞ്, കുത്തുവാക്കുകൾ പറഞ്ഞ് ഭാരവെച്ചാണോ ജീവിച്ചത്? ഇല്ല. സമാധാനത്തോട്, സ്നേഹത്തോട്, ദയയുള്ളവരായി, കൃപയുള്ളവരായി, കരുണ ഉള്ളവരായി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, മേ ബി യു ആർ വീക്ക്. നീ ദുർബലനായ ഒരു വ്യക്തിയായിരിക്കാം, നീ ഒരു ബലഹീനനായിരിക്കാം. പക്ഷെ ബലവാനായ ദൈവം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ എ വേ. ഓൾസോ യു ഹാവ് ടു, നീ ഒരുക്കിയ നീ പ്രാപിച്ച ആ മാനസാന്തരത്തിൻ്റെ സന്ദേശത്തെ മറ്റുള്ളവരോട് പറയാൻ നീ വിളിക്കപ്പെട്ടവനാണ്. അതിനുവേണ്ടി ഒരുങ്ങണം. ഇന്ന് മുതൽ നീ ഒരുങ്ങണം. മറ്റുള്ളവരോട് പറയാൻ നീ ഒരുങ്ങണം. മറ്റുള്ളവരോട് മാനസാന്തരത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പറയാൻ നീ തീരുമാനിക്കണം. കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് നീ വീട്ടിൽ ഒതുങ്ങിക്കൂടണ്ട. ദൈവം നിനക്ക് പ്രതിഫലവും തരും, നിനക്ക് കൂലിയും തരും. ഒരു പുതിയ ഒരു അഭിഷേകം ഈ സഭയുടെ മേൽ പകരട്ടെ. ദൈവസന്നിധിയിൽ തീർമാനമെടുത്ത് തൻ്റെ ജനത്തിന്മേൽ ഒരു പുതിയ അഭിഷേകം ദൈവം പകരട്ടെ. നീ ചിറകടിച്ച് ഉയരുവാൻ തക്കവണ്ണം നിൻ്റെ മേൽ അഭിഷേകം പകരട്ടെ. നിൻ്റെ ക്ഷീണം മാറുവാൻ തക്കവണ്ണം നിൻ്റെ മേൽ അഭിഷേകം പകരട്ടെ. നിൻ്റെ അശ്രദ്ധ മാറുവാൻ തക്കവണ്ണം നിന്നെ പുതിയ എണ്ണയാൽ അഭിഷേകം ചെയ്യട്ടെ. ദൈവസന്നിധിയിൽ കരങ്ങളെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രിയ സഹോദര, ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, ഐ വിൽ വാക്ക് വിത്ത് യു. ഞാൻ അങ്ങയോട് കൂടെ നടക്കും. ഐ വിൽ വാക്ക് ഫോർ യു. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നടക്കും. ഞാൻ അങ്ങയോട് കൂടെ നടക്കും. ആ തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവെ, ഞാൻ അങ്ങയോട് കൂടെ നടക്കും. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നടക്കും. ഞാൻ അങ്ങയ്ക്കായി ജീവിക്കും. ഞാൻ അങ്ങയുടെ ശക്തിയിൽ ജീവിക്കും. ഐ വിൽ വാക്ക്. എൻ്റെ ശക്തിയിലല്ല, ഞാൻ അങ്ങയുടെ ശക്തിയിൽ ജീവിക്കും. ഞാൻ അങ്ങയുടെ ശക്തിയിൽ നടക്കും. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.